Hi everyone, welcome to Sanus Biotech Academy. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ആണ്. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോസിൽ നമ്മൾ ഗ്ലൈക്കോലൈസിസും ക്രെബ്സ് സൈക്കിളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്ലൈക്കോലൈസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഗ്ലൂക്കോസ് മോളിക്യൂളിൽ നിന്ന് പൈറുവേറ്റ് ഫോം ചെയ്യുക എന്നുള്ളതായിരുന്നു. 2 മോളിക്യൂൾ പൈറുവേറ്റ് ഫോം ചെയ്തു. ദെൻ ഈ ഒരു പൈറുവേറ്റ് അസിറ്റൈൽ കോയയായി കൺവേർട്ട് ചെയ്ത് ഇവര് ക്രെബ്സ് സൈക്കിളിലോട്ട് എൻ്റർ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഈ ഗ്ലൈക്കോലൈസിസിലൂടെ നമുക്ക് NADH, ATP അങ്ങനെയുള്ള ഹൈ എനർജി മോളിക്യൂൾസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്രെബ്സ് സൈക്കിളിൽ നിന്ന് നമുക്ക് NADH, FADH2 ആൻഡ് GTP അങ്ങനെയുള്ള ഹൈ എനർജി മോളിക്യൂൾസും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ETCയിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന NADH and FADH2 ഇവര് ഇലക്ട്രോൺ കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡോണേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു NADHന്റെയും FADH2ന്റെയും ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ ഇവരുടെ ഓക്സിഡേഷൻ നടക്കുമ്പോൾ എന്ത് പറ്റും? NADH becomes NAD+ and FADH2 FADH ആയിട്ട് മാറും. അപ്പോൾ FADH2ന്റെ NADHന്റെ ഓക്സിഡേഷൻ നടന്നിട്ടാണ് ഇവർ NAD+ഉം FADHും ആവുന്നത്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത് ETCയിലാണ്. അപ്പോൾ ETCയിൽ നടക്കുന്നത് ഈ NADHന്റെയും FADH2ന്റെയും ഓക്സിഡേഷൻ ആണ്. അപ്പോൾ ഓക്സിഡേഷൻ നടക്കുമ്പോൾ എന്താ പറ്റുക? ഇവര് ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യും. അപ്പോൾ ഈ ലോസ് ചെയ്യുന്ന ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഹൈ എനർജി ഇലക്ട്രോൺസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഇലക്ട്രോണിന്റെ റിലീസിന്റെ സമയത്ത് ഉണ്ടാവുന്ന എനർജി, ആ ഒരു എനർജി യൂസ് ചെയ്തുകൊണ്ട് മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിൽ നിന്ന് ഇന്റർ മെംബ്രെയിൻ സ്പേസിലോട്ട് പ്രോട്ടോൺസിനെ പമ്പ് ചെയ്യാണ് ചെയ്യുന്നത്. മൈറ്റോകോൺട്രിയയുടെ ഒരു റഫ് ഫിഗർ നോക്കാം. അപ്പോൾ മൈറ്റോകോൺട്രിയയുടെ ഫിഗർ പറയുകയാണെങ്കിൽ ഏകദേശം ഇതുപോലത്തെ ഒരു സ്ട്രക്ചറാണ് മൈറ്റോകോൺട്രിയക്കുള്ളത്. ഇതിൽ ഈ ഒരു പോർഷനെയാണ് നമ്മൾ മൈറ്റോകോൺട്രിയൽ മാട്രിക്സ് എന്ന് പറയുന്നത്. ഇതാണ് ഇവരുടെ ഔട്ടർ മെംബ്രെയിൻ, മൈറ്റോകോൺട്രിയയുടെ ഔട്ടർ മെംബ്രെയിൻ. ഇതാണ് ഇന്നർ മെംബ്രെയിൻ. ഈ ഔട്ടർ മെംബ്രെയിൻ്റെയും ഇന്നർ മെംബ്രെയിൻ്റെയും ഇടയിലുള്ള ഈ ഒരു സ്പേസിനെയാണ് നമ്മൾ ഇന്റർ മെംബ്രെയിൻ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മൈറ്റോകോൺട്രിയയുടെ ഒരു സ്ട്രക്ചർ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്രെബ്സ് സൈക്കിൾ നമുക്കറിയാം മൈറ്റോകോൺട്രിയൽ മാട്രിക്സിലാണ് നടക്കുന്നത് അല്ലേ. അപ്പം മൈറ്റോകോൺട്രിയൽ മാട്രിക്സിലാണ് NADH, FADH2 എന്നൊക്കെ പറയുന്ന മോളിക്യൂൾസ് ഫോം ചെയ്തിരിക്കുന്നത്. ദെൻ ഇവരുടെ ഓക്സിഡേഷൻ നടക്കാനായിട്ട് ETCയിലോട്ട് ഇവർ എൻ്റർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ETCയിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഇവർ ഇലക്ട്രോൺസ് ലോസ് ചെയ്യും. ദെൻ ആ ഒരു എനർജി യൂസ് ചെയ്തുകൊണ്ട്, ഇലക്ട്രോൺസ് ലോസ് ആകുമ്പോൾ ആ ഒരു എനർജി യൂസ് ചെയ്തുകൊണ്ട് മാട്രിക്സിൽ നിന്നുള്ള H+നെ ഇന്റർ മെംബ്രെയിൻ സ്പേസിലോട്ട് പമ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ മാട്രിക്സിൽ നിന്ന് പ്രോട്ടോൺസ് ഇന്റർ മെംബ്രെയിൻ സ്പേസിലോട്ട് പമ്പ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രോകെമിക്കൽ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഫോം ചെയ്യും. ഇലക്ട്രോകെമിക്കൽ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഫോം ചെയ്യും. ദെൻ അതിന്റെ ഭാഗമായിട്ട് പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് ഉണ്ടാവും. ദെൻ ഈ ഒരു പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സിന്റെ ഭാഗമായിട്ട് ATP സിന്തസൈസ് ചെയ്യും. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ATP സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഹൈ എനർജി മോളിക്യൂള് സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ETCയിലെ ഉള്ള റിയാക്ഷൻസ് എല്ലാം തന്നെ നടക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് ഫോം ചെയ്യുമ്പോൾ ഒരു ബാറ്ററി ഒക്കെ ചാർജ് ചെയ്യുന്ന ആ ഒരു എഫക്റ്റ് ആണ്, അതിന്റെ ഭാഗമായിട്ടാണ് ATP സിന്തസൈസ് നടക്കുന്നത്. ഇനി ETCയിൽ ഇൻവോൾവ് ആയിട്ടുള്ള കുറച്ച് കോംപ്ലക്സുകൾ ഉണ്ട്. അപ്പോൾ മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നർ മെംബ്രെയിനിൽ കുറച്ച് കോംപ്ലക്സുകൾ ഉണ്ട്. അപ്പോൾ ഈ ഒരു കോംപ്ലക്സ് ആണ് NADHൽ നിന്നുള്ള, അതുപോലെ തന്നെ FADH2ൽ നിന്നുള്ള ഇലക്ട്രോൺസിനെല്ലാം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കോംപ്ലക്സിൽ നിന്ന് വേറൊരു കോംപ്ലക്സിലോട്ട് ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോംപ്ലക്സുകൾ ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺട്രിയയിൽ ഉള്ളത്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് കോംപ്ലക്സുകൾ മെയിൻലി 4 തരത്തിലാണ് ഉള്ളത്.
അപ്പോൾ നമ്മൾ അവർ നെയിം ചെയ്തിരിക്കുന്നത് കോംപ്ലക്സ് 1, കോംപ്ലക്സ് 2, കോംപ്ലക്സ് 3 ആൻഡ് 4. ഓക്കെ, അപ്പോൾ അവരുടെയൊക്കെ പേര് നമുക്ക് ജസ്റ്റ് നോക്കാം. കോംപ്ലക്സ് 1 എന്ന് പറയുന്നത് NaDH Q, കോയിൻസൈൻ Q എന്ന് പറയാം, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് Q എന്ന് എഴുതാം. NaDH Q ഓക്സിഡോ റിഡക്റ്റേസ്. ഇനി കോംപ്ലക്സ് 2 ഈസ് സക്സിനേറ്റ് Q റിഡക്റ്റേസ്. Okay, then complex 3 is coenzyme Q cytochrome C oxidoreductase. Then complex 4 is cytochrome C oxidase. അപ്പോൾ ഇതാണ് 4 കോംപ്ലക്സുകളുടെയും പേര്. ETCയിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺട്രിയയിലുള്ള 4 കോംപ്ലക്സുകളുടെ പേരാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോംപ്ലക്സ് 1ന്റെ കാര്യമാണ് ആദ്യം പറയാൻ പോകുന്നത്. കോംപ്ലക്സ് 1ന്റെ ഒരു സ്ട്രക്ചർ ഏകദേശം ഒരു L ഷേപ്ഡ് സ്ട്രക്ചറാണ് അവർക്കുള്ളത്. അപ്പോൾ അതാണ് മാട്രിക്സ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനിലായിരിക്കും ഈ കോംപ്ലക്സുകളെല്ലാം തന്നെ ഉള്ളത്. ദെൻ ഇത് ഇന്റർ മെംബ്രെയിൻ സ്പേസ്. നമ്മൾ NaDHന്റെ കാര്യം പറയുമ്പോൾ ഏകദേശം ഇവിടെ ആയിട്ടായിരിക്കും NaDH ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ആ NaDHലെ ഇലക്ട്രോൺസ് ഇതിലോട്ട് പോയിട്ട് അങ്ങനെയാണ് ട്രാൻസ്ഫർ ഒക്കെ നടക്കുന്നത്. കോംപ്ലക്സ് 1ന്റെ സൈസ് 46 പോളിപെപ്റ്റൈഡ്സ് ആണ് കോംപ്ലക്സ് 1ലുള്ളത്. അവരുടെ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് FMN, ഫ്ലാവിൻ മോണോന്യൂക്ലിയോടൈഡ് എന്ന് കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ FES ക്ലസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. FES ക്ലസ്റ്റേഴ്സിൽ വരുന്നതാണ് FES 2Fe 2S, then 4Fe 4S. ഇതാണ് സാധാരണ കാണുന്ന FES ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോംപ്ലക്സ് 1ലുള്ള FES ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 4Fe 4Sഉം 2Fe 2Sഉം ആണ്. ഇപ്പൊ 2Fe 2Sന്റെ കേസ് ആണെങ്കിൽ 2 അയണും 2 സൾഫറും കൂടി ലിങ്ക് ചെയ്തിരിക്കുന്നത് 2 സിസ്റ്റീൻ വെച്ച്. ഓക്കെ, ഇവിടെയാണെങ്കിലും സിസ്റ്റീൻ തന്നെയാണ് ഒരു ബ്രിഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ദെൻ കോംപ്ലക്സ് 1ന്റെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, NaDH Q ഓക്സിഡോ റിഡക്റ്റേസ് എന്നുള്ള കാര്യം. ഇനി അടുത്ത് നമുക്ക് കോംപ്ലക്സ് 2ന്റെ കാര്യം നോക്കാം. കോംപ്ലക്സ് 2ന്റെ പേര് എന്തായിരുന്നു? സക്സിനേറ്റ് Q റിഡക്റ്റേസ് എന്നായിരുന്നു. ഈ ഒരു കോംപ്ലക്സ് ആണ് ഏറ്റവും സ്മോൾ ആയിട്ടുള്ള കോംപ്ലക്സ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കോംപ്ലക്സ് ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് FADH2ൽ നിന്നുള്ള ഇലക്ട്രോൺസിനെയാണ്. ഓക്കെ, FADH2 എന്നുള്ള ഇലക്ട്രോൺസിനെയാണ് ഈ ഒരു കോംപ്ലക്സ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഒരു ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫറിന്റെ ഭാഗമായിട്ട് സഫീഷ്യന്റ് ആയിട്ടുള്ള എനർജി റിലീസ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഉള്ള ചെറിയ എനർജി വെച്ചിട്ട് H+ അല്ലെങ്കിൽ പ്രോട്ടോൺസിനെ പമ്പ് ചെയ്യാനായിട്ട് ഇവിടെ കഴിയില്ല. അപ്പോൾ ഈ ഒരു കോംപ്ലക്സ് 2 വെച്ചുകൊണ്ട് പ്രോട്ടോൺസിനെ പമ്പ് ചെയ്യാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ FADH2ന്റെ ഓക്സിഡേഷൻ നടന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ATP എന്ന് പറയുന്നത് NaDHന്റെ ഓക്സിഡേഷൻ കഴിഞ്ഞ് ഉണ്ടാവുന്ന ATPയേക്കാൾ കുറവായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള കോംപ്ലക്സ് ആണ് കോംപ്ലക്സ് 2 എന്നുള്ളത് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആകെ 4 സബ് യൂണിറ്റ് ആണ് ഇവരുടെ സ്ട്രക്ചറിൽ ഉള്ളത്. കോംപ്ലക്സ് 2ന്റെ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് FADയും FESഉം ആണ്. FAD അതുപോലെ തന്നെ FES ക്ലാസ്. അടുത്ത കോംപ്ലക്സ് എന്ന് പറയുന്നത് കോംപ്ലക്സ് 3 ആണ്. കോംപ്ലക്സ് 3ക്ക് 11 സബ് യൂണിറ്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി ഇവരുടെ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഹീം BH, ഹീം BL, ഹീം C1, FES റിസ്കി സെന്റർ. നമ്മളിവിടെ റിസ്കി സെന്റർ എന്ന് പറയുന്നത് നേരത്തെ FES ക്ലസ്റ്റർ കണ്ടു. അതുപോലെ ഇവിടെ FESന്റെ 2Fe 2S എന്നുള്ള ആ ഒരു FES ആണ് വരുന്നത്. അതിന് നമ്മൾ റിസ്കി സെന്റർ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ കോംപ്ലക്സ് 1ലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന FES
ക്ലസ്റ്ററിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ അതിൽ 2 സിസ്റ്റീൻ വെച്ചിട്ടാണ് അവരെ ബ്രിഡ്ജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് പകരം ഇവിടെ സിസ്റ്റീൻ റെസിഡ്യൂസിന് പകരം 2 ഹിസ്റ്റഡീൻ റെസിഡ്യൂസ് ആണ് ഇവരെ തമ്മിൽ ലിങ്ക് ചെയ്യുന്നത്. നമ്മള് കോംപ്ലക്സ് 4ന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. കോംപ്ലക്സ് 4 എന്ന് പറയുമ്പോൾ ഇവര് 13 സബ് യൂണിറ്റ് ആണ് ഉള്ളത്. ഇനി ഇവരുടെ പ്രോസ്തറ്റിക് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഹീം എ, ഹീം എ, ഹീം A3, CuA കോപ്പറിന്റെ ആണ് കേട്ടോ, CuA ആൻഡ് CuB. ഇത്രയാണ് ഇവരുടെ പ്രോസ്തറ്റിക് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 4 കോംപ്ലക്സിന്റെ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ കോംപ്ലക്സ് 1, 3, 4 ആണ് NADHലുള്ള ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കോംപ്ലക്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നർ മെംബ്രെയിനിലുള്ള കോംപ്ലക്സുകൾ വരച്ചിട്ടുണ്ട്. ഇതാണ് ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. ഈ ഒരു സൈഡാണ് മൈറ്റോകോൺട്രിയൽ മാട്രിക്സ്. ഓക്കെ, ഈ ഒരു ഭാഗമാണ് ഇന്റർ മെംബ്രെയിൻ സ്പേസ് ഓഫ് മൈറ്റോകോൺട്രിയ. ഓക്കെ, അപ്പൊ നമുക്കറിയാം കോംപ്ലക്സുകളെല്ലാം തന്നെ ഇരിക്കുന്നത് ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺട്രിയയിലാണ്. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് NADHലുള്ള ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്നിട്ട് എങ്ങനെയാണ് പ്രോട്ടോൺസിനെ മാട്രിക്സിൽ നിന്ന് ഇന്റർ മെംബ്രെയിൻ സ്പേസിലോട്ട് പമ്പ് ചെയ്യണമെന്നാണ്. NADHലുള്ള ഇലക്ട്രോൺ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കോംപ്ലക്സുകൾ എന്ന് പറയുന്നത് കോംപ്ലക്സ് 1. ഇതാണ് കോംപ്ലക്സ് 1. കോംപ്ലക്സ് 1ന്റെ വേറൊരു പേര് നമുക്കറിയാം, NADH ഓക്സിഡോ റിഡക്റ്റേസ്. ഓക്കെ, ദെൻ നമ്മൾ കോംപ്ലക്സ് 2ന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ NADHന്റെ ഇലക്ട്രോൺ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് കോംപ്ലക്സ് 2 ഹെൽപ്പ് ചെയ്യുന്നില്ല. അതിന് പകരം കോംപ്ലക്സ് 2 ഹെൽപ്പ് ചെയ്യുന്നത് FADH2ന്റെ ഇലക്ട്രോൺ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ കോംപ്ലക്സ് 2 കാണിച്ചിട്ടില്ല. ദെൻ ഇത് വരുന്നത് കോംപ്ലക്സ് 3 ആണ്. ഓക്കെ, കോംപ്ലക്സ് 3. കോംപ്ലക്സ് 3യുടെ വേറൊരു പേരായിരുന്നു സൈറ്റോക്രോം C ഓക്സിഡോ റിഡക്റ്റേസ് എന്നുള്ളത്. ഓക്കെ, ദെൻ ദിസ് ഈസ് കോംപ്ലക്സ് 4. കോംപ്ലക്സ് 4ന്റെ പേര് എന്തായിരുന്നു? സൈറ്റോക്രോം C ഓക്സിഡൈസ് എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ NADHലുള്ള ഇലക്ട്രോൺ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ETCയിൽ ഇൻവോൾവ് ആയിട്ടുള്ള കോംപ്ലക്സുകൾ എന്ന് പറയുന്നത് കോംപ്ലക്സ് 1, കോംപ്ലക്സ് 3, കോംപ്ലക്സ് 4. ഓക്കെ, ഇനി ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് ATP സിന്തേസ് ആണ്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇനി NADHന്റെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണെങ്കിലും FADH2ന്റെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണെങ്കിലും അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന വേറെ 2 മോളിക്യൂൾസ് ആണ്. ഈ കോംപ്ലക്സസ് ഒഴികെ ഉള്ള വേറെ 2 മോളിക്യൂൾസ് ആണ് സൈറ്റോക്രോം C, സൈറ്റ് C എന്നാണ് എഴുതുന്നത്, സൈറ്റോക്രോം C ആൻഡ് കോഎൻസൈം Q, ജസ്റ്റ് Q അല്ലെങ്കിൽ COQ എന്നുള്ളത് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ കോംപ്ലക്സുകളല്ലാതെ NADHലുള്ള ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യാനും FADH2ലെ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന 2 മോളിക്യൂൾസ് ആണ് സൈറ്റോക്രോം Cയും അതുപോലെ തന്നെ കോഎൻസൈം Q. അപ്പോൾ നമുക്ക് NADHലുള്ള ഇലക്ട്രോൺസ് എങ്ങനെയാണ് ETCയിലൂടെ ട്രാൻസ്ഫർ ചെയ്യണമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു മാട്രിക്സ് സൈഡിൽ നമുക്കറിയാം ഹൈ കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ് മാട്രിക്സ് സൈഡിലുള്ളത്. ഓക്കെ, അപ്പോൾ ഈ മാട്രിക്സ് സൈഡിലുള്ള H+ വേണം നമുക്ക് ഇന്റർ മെംബ്രെയിൻ സ്പേസിലോട്ട് പമ്പ് ചെയ്യാനായിട്ട്. അങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഇലക്ട്രോ കെമിക്കൽ പ്രോട്ടോൺ ഗ്രേഡിയന്റിന്റെ ഭാഗമായിട്ട് ഫോം ചെയ്യുന്ന പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ആ പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സിന്റെ ഭാഗമായിട്ടാണ് ATP സിന്തസിസ് നടക്കുന്നത്. അപ്പോൾ ATP സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോട്ടോൺസിനെ മാട്രിക്സിൽ നിന്ന് ഇന്റർ മെംബ്രെയിൻ സ്പേസിലോട്ട് പമ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാട്രിക്സ് സൈഡിൽ നമുക്കറിയാം NADH ഉണ്ട്. ക്രെബ്സ് സൈക്കിളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള NADH ഇവിടെ മാട്രിക്സിലുണ്ട്. ഈ NADHനെ ഓക്സിഡൈസ് ചെയ്ത് NAD+ H+ അല്ലേ, ഈ ഒരു ഫോമിലോട്ടാക്കി ബൈ NADH ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന എൻസൈമാണ് ഈ ഒരു റിയാക്ഷൻ ചെയ്യുന്നത്. ദെൻ ഇതിൽ നിന്നുള്ള 2 ഇലക്ട്രോൺ NADHന്റെ ഓക്സിഡേഷൻ നടക്കുമ്പോൾ ഇതിൽ നിന്ന് റിലീസ് ആവുന്ന 2 ഇലക്ട്രോൺ ഈ കോംപ്ലക്സ് 1ന്റെ പ്രോസ്തറ്റിക് ഗ്രൂപ്പായ FMN എന്ന് പറയുന്ന ആള്, ഫ്ലാവിൻ മോണോ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്ന ആള് അക്സെപ്റ്റ് ചെയ്തു. ദെൻ ഇവരെന്തായി? റെഡ്യൂസ്ഡ് ആയി. ഇവര് FMNH2 എന്നുള്ള ഫോമിലോട്ടായി. ദെൻ ഈ FMNH2ലുള്ള
2 ഇലക്ട്രോൺ FeS ക്ലസ്റ്റർ ആണ് നമ്മൾ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു കോംപ്ലക്സ് 1ന്റെ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു FeS ക്ലസ്റ്റർ ഈ 2 ഇലക്ട്രോണെ ആക്സെപ്റ്റ് ചെയ്ത് ദെൻ ആ 2 ഇലക്ട്രോണെ ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അതുകൊണ്ട് കോഎൻസൈം ക്യൂവിന് കൊണ്ടുപോയിട്ട് കൊടുത്തു. അപ്പൊ കോഎൻസൈം ക്യൂ എന്തായിട്ടുണ്ടാവും? കോഎൻസൈം ക്യൂ H2 ആയിട്ടുണ്ടാവും, റെഡ്യൂസ്ഡ് ഫോമിലോട്ട് ആയിട്ടുണ്ടാവും അല്ലേ. അപ്പൊ ഈ ഒരു സമയത്ത് മാട്രിക്സിൽ നിന്ന് 4 പ്രോട്ടോൺസ് ഈ ഒരു ഇന്റർ മെംബ്രെയിൻ സ്പേസിലോട്ട് പമ്പ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ 4H+ ആണ് ഈ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ മാട്രിക്സിൽ നിന്ന് ഇന്റർ മെംബ്രെയിൻ സ്പേസിലോട്ട് പമ്പ് ചെയ്യുന്നത്. ഇനി നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കോഎൻസൈം ക്യൂ H2 എന്ന് പറയുന്ന ആ റെഡ്യൂസ്ഡ് ആയി നിൽക്കുന്ന ഒരു ഫോമിൽ നിന്നുള്ള 2 ഇലക്ട്രോൺ ഇതിലോട്ട് പാസ് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് 2 പ്രോട്ടോൺ മാട്രിക്സിൽ നിന്ന് ഇതുപോലെ ഇന്റർ മെംബ്രെയിൻ സ്പേസിലോട്ട് പമ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 2 ഇലക്ട്രോൺ ഇതിലോട്ട് പാസ് ചെയ്തു. ദെൻ കോഎൻസൈം ക്യൂ H2 എന്നുള്ള ഫോമിൽ നിന്ന് തിരിച്ച് ഇവര് ഓക്സിഡൈസ്ഡ് ഫോമിലോട്ടായി അല്ലെ, ഇലക്ട്രോൺസ് 2 ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ദെൻ ഈ ട്രാൻസ്ഫർ ആയി വരുന്ന ഈ 2 ഇലക്ട്രോൺസിനെ FeS എടുത്തു. ദെൻ അവര് റെഡ്യൂസ്ഡ് ആയി. ആ സമയത്തും 2 പ്രോട്ടോൺസ് മാട്രിക്സിൽ നിന്ന് ഇന്റർ മെംബ്രെയിൻ സ്പേസിലോട്ട് പമ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെയും ടോട്ടൽ 4H+ ആണ് മാട്രിക്സിൽ നിന്ന് ഇന്റർ മെംബ്രെയിൻ സ്പേസിലോട്ട് പമ്പ് ചെയ്യുന്നത്. ഇനി അടുത്ത റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ FeS ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള 2 ഇലക്ട്രോണെ സൈറ്റ് C1 എന്ന് പറയുന്ന ആള് ആക്സെപ്റ്റ് ചെയ്തു. ദെൻ ഈ സൈറ്റ് C1 ആണ് സൈറ്റ് സിയിലോട്ട് കൊണ്ടു കൊടുക്കുന്നത് 2 ഇലക്ട്രോണ്. അപ്പോൾ ഈ സൈറ്റ് സിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് 1 ഇലക്ട്രോൺ കാരിയർ ആണ്. അറ്റ് എ ടൈം ഇവർക്ക് 1 ഇലക്ട്രോണെ ക്യാരി ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ അവർ മൊബൈലാണ്, അവർക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടാനായിട്ട് കഴിയും. അപ്പൊ എന്ത് ചെയ്യും? ഈ 2 ഇലക്ട്രോൺ FeSൽ നിന്ന് സൈറ്റ് C1 വഴി സൈറ്റ് സിയിലോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇവര് 1 ഇലക്ട്രോൺ കൊടുക്കാനായിട്ട് കോംപ്ലക്സ് 4ലോട്ട് ചാടും. ദെൻ കോംപ്ലക്സ് 4ലോട്ട് 1 ഇലക്ട്രോൺ കൊടുത്തതിന് ശേഷം വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് പോയിട്ട് 1 ഇലക്ട്രോണേയും കൂടി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു കൊടുക്കും. ഓക്കെ, അപ്പൊ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സൈറ്റ് സി എന്ന് പറയുന്ന ആള്. ഓക്കെ, അപ്പോൾ സൈറ്റ് സി ആദ്യം കൊണ്ടുവരുന്ന 1 ഇലക്ട്രോൺ കോംപ്ലക്സ് 4ലെ CuAക്കാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ദെൻ അവർ റെഡ്യൂസ്ഡ് ആയി. ദെൻ വേറെ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ആയിരുന്നു ഹീം എ, ദെൻ ഹീം A3, ദെൻ CuB. ഇങ്ങനെയാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ 1 ഇലക്ട്രോൺ ഇവിടെ കൊണ്ടു കൊടുത്തതിന് ശേഷം തിരിച്ച് കോംപ്ലക്സ് 3ലോട്ട് പോയിട്ടാണ് സൈറ്റോക്രോം സി വീണ്ടും 2ാമത്തെ ഇലക്ട്രോൺ എടുത്തുകൊണ്ട് കോംപ്ലക്സ് 4ലോട്ട് വരുന്നത്. ദെൻ ഇതിലൂടെ ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റത്തെ ഇലക്ട്രോൺ ആക്സെപ്റ്റർ എന്ന് പറയുന്നത് ഇവിടെ മാട്രിക്സിലുള്ള ½ ഓക്സിജൻ ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്ത് അവർ റെഡ്യൂസ്ഡ് ആയി. പ്ലസ് ഇവര് 2H+ കൺസ്യൂം ചെയ്തുകൊണ്ട് 2 മോളിക്യൂൾ വാട്ടർ മോളിക്യൂൾ ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ½ O2 + 2H+ gives 2H2O. അപ്പോൾ ആ ഒരു ടൈമിൽ മാട്രിക്സിൽ നിന്ന് 2H+ ആണ് പമ്പ് ചെയ്യുന്നത് ഇന്റർ മെംബ്രെയിൻ സ്പേസിലോട്ട്. 2H+ ആണ് പമ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് NaDHൽ നിന്നുള്ള ഇലക്ട്രോൺ ട്രാൻസ്ഫറിന്റെ ഭാഗമായിട്ട് നടക്കുന്ന റിയാക്ഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് NaDHലുള്ള ഇലക്ട്രോൺ ട്രാൻസ്ഫർ വഴി കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ മാട്രിക്സിൽ നിന്ന് ഇന്റർ മെംബ്രെയിൻ സ്പേസിലോട്ട് പമ്പ് ചെയ്തിരിക്കുന്ന H+ എത്രയാണെന്നുള്ളത് നോക്കാം. അപ്പൊ കോംപ്ലക്സ് 1ൽ നിന്ന് 4H+ പമ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ കോംപ്ലക്സ് 2ന് ഇവിടെ റോളില്ല. കോംപ്ലക്സ് 3ൽ നിന്നും 4H+ ആണ് പമ്പ് ചെയ്തിരിക്കുന്നത്. ദെൻ കോംപ്ലക്സ് 4ൽ നിന്ന് 2H+ ആണ് പമ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ 8 + 2. അപ്പൊ ടോട്ടൽ 10H+ ആണ് NaDHലുള്ള ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പമ്പ് ചെയ്യുന്ന പ്രോട്ടോൺസിന്റെ എണ്ണം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് FADH2ൽ നിന്നുള്ള
ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ ആണ് നോക്കാൻ പോകുന്നത് FADH2ൽ നിന്നുള്ള. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു FADH2ൽ നിന്നുള്ള ഇലക്ട്രോൺ ട്രാൻസ്ഫറിന് ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള കോംപ്ലക്സ് എന്ന് പറയുന്നത് സക്സിനേറ്റ് ക്യൂ റിഡക്റ്റേസ്, അതായത് കോംപ്ലക്സ് 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് കോംപ്ലക്സ് 2, ദാറ്റ് ഈസ് സക്സിനേറ്റ് ക്യൂ റിഡക്റ്റേസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു FADH2ന്റെ കേസ് പറയുമ്പോൾ കോംപ്ലക്സ് 1ന് ഇവിടെ ഒരു റോളും ഇല്ല. കോംപ്ലക്സ് 2ൽ നിന്നാണ് FADH2ന്റെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു കോംപ്ലക്സ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സക്സിനേറ്റ് ക്യൂ റിഡക്റ്റേസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് സക്സിനേറ്റിൽ നിന്ന് ഫ്യൂമറേറ്റ് ഫോം ചെയ്യുന്ന ഒരു റിയാക്ഷൻ നമ്മൾ ക്രെബ്സ് സൈക്കിളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ റിയാക്ഷനിലായിരുന്നു FADH2 ഫോം ചെയ്യുന്നത് ബൈ ദ എൻസൈം സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ്. ഓക്കെ, അപ്പൊ സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് സക്സിനേറ്റ് ക്യൂ റിഡക്റ്റേസിന്റെ ഒരു കമ്പോണന്റ് ആണ്. ഓക്കെ, അതായത് കോംപ്ലക്സ് 2ന്റെ ഒരു കമ്പോണന്റ് ആണ് സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന എൻസൈം. സക്സിനേറ്റിൽ നിന്ന് ഫ്യൂമറേറ്റ് ഫോം ചെയ്തപ്പോഴാണ് FADH2 ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ആ ഫോം ചെയ്തിട്ടുള്ള FADH2ന്റെ ഓക്സിഡേഷൻ നടന്നു, FAD വന്നു. ആ FADയിൽ നിന്ന് 2 ഇലക്ട്രോണെ FESലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, ദെൻ ആ 2 ഇലക്ട്രോൺ ഇവിടെയുള്ള യുബിക്വിനോൺ അല്ലെങ്കിൽ കോഎൻസൈം Q എന്ന് പറയുന്ന ആള് അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ അവരെന്തായി മാറും? കോഎൻസൈം QH2 എന്നുള്ള രീതിയിൽ റെഡ്യൂസ്ഡ് ആയി. അപ്പൊ ഈ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് 4H+ ആണ് മാട്രിക്സിൽ നിന്ന് ഇന്റർ മെംബ്രെയിൻ സ്പേസിലോട്ട് പമ്പ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ കോംപ്ലക്സ് 2ൽ നിന്ന് ഒറ്റ പ്രോട്ടോൺസും പമ്പ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇവിടെ കോംപ്ലക്സ് 3ൽ നിന്നാണ് 4H+ പമ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു കോംപ്ലക്സ് 1ന് ഇവിടെ FADH2ന്റെ ഇലക്ട്രോൺ ട്രാൻസ്ഫറിൽ ഒറ്റ റോളും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് FADH2ൽ നിന്ന് കിട്ടുന്ന ATPയുടെ എണ്ണത്തിൽ കുറയാനായിട്ട് കാരണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ NADHന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ കോംപ്ലക്സ് 1ൽ നിന്ന് തന്നെ 4H+ ട്രാൻസ്ഫർ ആവുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു 4 ഇവിടെ കിട്ടുന്നില്ല. പകരം നമുക്ക് കിട്ടുന്നത് എന്താണ്? ഈ 3ൽ നിന്നുള്ള 4H+ഉം അതുപോലെ തന്നെ കോംപ്ലക്സ് 4ൽ നിന്ന് കോംപ്ലക്സ് 4ന്റെ ഹെൽപ്പോടുകൂടി മാട്രിക്സിൽ നിന്ന് ഇന്റർമെംബ്രെയിൻ സ്പേസിലോട്ട് പോകുന്ന 2H+ ആണ്. അപ്പൊ ഇവിടെ ടോട്ടൽ 4H+ പ്ലസ് 2H+ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ടോട്ടൽ 6H+ ആണ് FADH2ലെ ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ വഴി പമ്പ് ചെയ്യുന്ന പ്രോട്ടോൺസിന്റെ എണ്ണം എന്ന് പറയുന്നത് 6H+. ഓക്കെ, ബാക്കിയുള്ള റിയാക്ഷൻസ് എല്ലാം തന്നെ സെയിം ആണ്. ആകെയുള്ള വ്യത്യാസം കോംപ്ലക്സ് 1ന്റെയും 2ന്റെയും കേസിലാണ്. ബാക്കി അതിൽ നിന്ന് യുബിക്വിനോണിലോട്ട് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞിട്ടുള്ള റിയാക്ഷൻസ് മുതൽ FADH2ന്റെ കേസിൽ NADHൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്ന പോലെ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു NADHൽ നിന്നുള്ള ഇലക്ട്രോൺ ട്രാൻസ്ഫർ വഴി നമുക്ക് കിട്ടിയിരുന്നത് പമ്പ് ചെയ്തിരുന്നത് 10H+ ആണ്. FADH2ൽ നിന്ന് ഇപ്പൊ നമ്മൾ കണ്ടു 6H+ ആണ്. ഇനി അടുത്ത് പറയാൻ പോകുന്ന ഒരു കോംപ്ലക്സ് ആണ് കോംപ്ലക്സ് 5 അല്ലെങ്കിൽ ATP സിന്തേസ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ്. ATP സിന്തേസ് ഓർ കോംപ്ലക്സ് 5 എന്ന് പറയാം. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ 2 പോർഷൻ ആയിട്ടാണ് പറയുന്നത്. ഈ ഒരു പോർഷനാണ് F0. ഈ ഒരു മാട്രിക്സ് സൈഡിലോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ATP സിന്തേസിന്റെ കമ്പോണന്റ് ആണ് F1. അപ്പോൾ F0 കമ്പോണന്റ് ഉണ്ട്, F1 കമ്പോണന്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ മാട്രിക്സ് സൈഡിലോട്ട് ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ നിന്ന് H+ ഇതിലൂടെ പാസ് ചെയ്ത് തിരിച്ച് മാട്രിക്സിലോട്ട് വരാണ് ചെയ്യുന്നത്. ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ നിന്ന് 4H+ ഇതിലൂടെ അയോൺ ചാനലിന്റെ ഹെൽപ്പോട് കൂടി F0ൽ കൂടെ മാട്രിക്സിലോട്ട് പമ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ ഒരു പമ്പിങ്ങിന്റെ ഭാഗമായിട്ട് F1 കമ്പോണന്റിന് ഒരു റൊട്ടേഷൻ സംഭവിക്കും. ഓക്കെ, അപ്പൊ ആ F1 കമ്പോണന്റിന്റെ ഒരു റൊട്ടേഷന്റെ ഭാഗമായിട്ടാണ് ATP ഇവിടെ സിന്തസൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ നിന്ന് 4H+ അയോൺ ചാനൽ വഴി F0 ത്രൂ മാട്രിക്സിലോട്ട് പമ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് കെമിയോസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡൗൺ ടു H+ ഗ്രേഡിയന്റ് ആണ്.
അതായത് ഇന്റർമെംബ്രെയിൻ സ്പേസിലാണ് ഇപ്പൊ H+ന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ. അപ്പോൾ കോൺസെൻട്രേഷൻ കൂടുതലുള്ളിടത്തു നിന്ന് കുറഞ്ഞിടത്തേക്കാണ് ഇപ്പോൾ H+ന്റെ പമ്പിങ് നടന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ETC ആൻഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത്, നമ്മൾ പറയാറുണ്ട് NADH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2.5 ATP ആണെന്ന് പറയാറുണ്ട്. അതുപോലെ FADH2 എന്ന് പറയുന്നത് 1.5 ATP ആണെന്ന് പറയാറുണ്ട് അല്ലേ. ഈ NADH എന്ന് പറഞ്ഞാൽ 2.5 ATP എങ്ങനെ കിട്ടിയെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് NADHന്റെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ വഴി ETCയിൽ നിന്ന് നമ്മൾ നേരത്തെ കണ്ട മാട്രിക്സിൽ നിന്ന് ഇന്റർമെംബ്രെയിൻ സ്പേസിലോട്ട് പമ്പ് ചെയ്തത് 10 പ്രോട്ടോൺ ആയിരുന്നു, 10H+ ആയിരുന്നു. അതുപോലെ തന്നെ FADH2ന്റെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ വഴി പമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് എത്രയായിരുന്നു? 6H+ ആയിരുന്നു അല്ലേ. ഇപ്പോൾ നമ്മൾ ഇന്റർമെംബ്രെയിൻ സ്പേസിൽ നിന്ന് മാട്രിക്സിലോട്ട് തിരിച്ച് ഫ്ലോ ചെയ്യുന്ന പമ്പ് ചെയ്യുന്ന പ്രോട്ടോൺസ് എത്രയാണ് കണ്ടത്? 4H+ ആണ് കണ്ടത്. ആ 4H+ യൂസ് ചെയ്തുകൊണ്ടാണ് ATP സിന്തസൈസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ATP സിന്തസൈസ് ചെയ്യാനായിട്ട് ഇവിടെ 4H+ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം NADHന്റെ കേസിൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ 10/4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടാം? 2.5 ATP. അങ്ങനെയാണ് NADHൽ നിന്നുള്ള ATPയുടെ എമൗണ്ട് 2.5 ATP എന്ന് വരുന്നത്. ഇനി FADH2 എന്ന് പമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് എത്രയായിരുന്നു? 6H+ ആണ്. അപ്പോൾ 6/4 ഈക്വൽ ടു 1.5 ATP. ഓക്കെ, അങ്ങനെയാണ് നമ്പർ ഓഫ് ATP നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ETC ആൻഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ കുറിച്ച് പറയാനായിട്ട് ATP സിന്തേസിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഞാനിടുന്ന കൂടുതൽ വീഡിയോസ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക്